എല്ലാ ആണുങ്ങളും ബസ്സിൽ കയറിയിരുന്ന് ഇങ്ങനെ വീഡിയോ എടുത്ത് ഇൻസ്റ്റയിൽ ഇടുന്നില്ല. പെണ്ണ് അങ്ങനെ ഒരാളടുത്തിരുന്ന് ഇങ്ങനെ എത്തി നോക്കുന്ന വീഡിയോ ഇട്ട് അത് കാണാൻ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. പക്ഷേ ഒരു ആൺകുട്ടിയെ പീഡിപ്പിച്ചെന്നുള്ളൊരു വാർത്ത ഒരു പത്രത്തിൻ്റെ മൂലയ്ക്കോ ഒരു ന്യൂസ് ചാനലിൻ്റെ ഒരു ചെറിയൊരു പോർഷനിലോ വരുമ്പോൾ അതിനെ എടുത്ത് ട്രോളാക്കുക, തമാശിക്കുക. വാട്സപ്പ് ഗായ്സ്, ദിസ് ഇസ് ആൻഗോഡ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വിഷയം ആണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നും, എന്താണ് ആദ്യം മനസ്സിൽ വരുന്നത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നവർ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ചിന്തിക്കുക. ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പലർക്കും പല തോട്ടായിരിക്കും വന്ന് സ്ട്രെങ്ത്, ഈഗോ, റെസ്പോൺസിബിലിറ്റി, ടോക്സിക് മെൻ, ഇങ്ങനെയൊക്കെ ആയിരിക്കും പലരുടെയും മൈൻഡിൽ വന്നത്. പക്ഷേ വളരെ കുറച്ച് പേരുടെ ഉള്ളിൽ മാത്രമായിരിക്കും അച്ഛൻ എന്നുള്ളൊരു ചിന്ത വന്നത്. അച്ഛൻ എന്ന് ആദ്യം മനസ്സിൽ വന്നവർ മാത്രം കമൻറ്റ് ചെയ്യുക. സൊസൈറ്റി ആണുങ്ങൾക്ക് അവരുടെ ഇമോഷൻസ് ഹൈഡ് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുന്നു. ഇപ്പോൾ എന്തെങ്കിലും ഒരു കഷ്ടത്തിലാണെങ്കിലോ എന്തെങ്കിലും പറ്റിയാലോ അവരത് പ്രകടിപ്പിക്കുന്നില്ല. അവർ ചിരിച്ചുകൊണ്ട് തന്നെ അതിനെ ഫേസ് ചെയ്യുന്നു. അവർക്ക് പ്രൊട്ടക്ഷൻ ആവശ്യം വന്നാൽ പോലും അതവരെ മറന്ന് അവർ മറ്റുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടി വരുന്നു. ഇതൊന്നും നൽകണം എന്ന് ഞാൻ പറയുന്നില്ല. ഇതൊക്കെയാണ് ആണെന്നുള്ളൊരു ജെൻഡറിനെ മെൻ്റലി ടഫാക്കുന്നൊരു സാധനം. എല്ലാ ആണുങ്ങളും ഒരുപോലെയല്ല. പക്ഷേ ഇതിൽ ചെറിയൊരു വിഭാഗങ്ങളുണ്ട്. ഈ പെയിന് ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത കൊച്ചു ആൺകുട്ടികളെ നമ്മളിങ്ങനെ കാണേണ്ട കാര്യമില്ല. അവരെ സ്ട്രോങ് ആയിട്ട് വളർത്തണം. പക്ഷേ അവർക്ക് എന്തെങ്കിലും അബ്യൂസ് ഉണ്ടാകുന്നുണ്ടോ, അവരെ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അലറി വിളിച്ച് സംസാരിക്കുന്നതൊക്കെ കാണുകയും അതിനെ ടോക്സിക്കാണെന്ന് പറയുകയും ചെയ്യും. ഒരാണ് കരഞ്ഞുകൊണ്ടൊരു സഹായം ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ മനുഷ്യക്കുഞ്ഞ് പോലും ചോദ്യം ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ആണുങ്ങൾ ഭാര്യമാരുടെ ഉപദ്രവം മൂലം ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. കരഞ്ഞു വന്ന് വീഡിയോ ഇടുകയും ആത്മഹത്യ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഇവിടുത്തെ ആരും നോട്ടീസ് ചെയ്യുന്നില്ല. കാണുന്നു, സ്വൈപ്പ് ചെയ്ത് വിടുന്നു. അതിനപ്പുറം അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പക്ഷെ നേരെ തിരിച്ച് ഇപ്പോൾ ഒരു പെണ്ണ് ഇപ്പോൾ ഒന്നും ഉണ്ടാവില്ല, വെറുതെ വന്നിരുന്ന് കരഞ്ഞു കഴിഞ്ഞാൽ അത് കാണാൻ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടാവും, അതിനെ സപ്പോർട്ട് ചെയ്യാൻ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇവിടെ ജെൻഡർ വൈസ് ഉള്ളൊരു അപ്രോച്ചിൻ്റെ വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. ജെൻഡർ വൈസ് രണ്ടുപേരും ഡിഫറെൻ്റ് ആണ്. മെൻ്റലി ആയാലും ഇമോഷണലി ആയാലും രണ്ട് ജെൻഡറും ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഒരു ഹെൽപ്പോ ഒരു ആവശ്യമോ വരുന്ന ഒരാൾ വന്ന് പറയുമ്പോൾ അതിനെയും അവോയ്ഡ് ചെയ്യുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത്. അപ്പോൾ ആൺകുട്ടികൾക്കെതിരെ ഒരുപാട് പീഡനങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഈ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും, ആണുങ്ങളെല്ലാം അത് തമാശയ്ക്കെടുക്കും. ഒരു ആൺകുട്ടിക്ക് ഒരു പീഡനം ഉണ്ടായെന്ന് പറഞ്ഞാൽ മിക്ക വരുന്ന കമൻസും ഇതാണ്, നമ്മളടുത്ത് വല്ലതും ആയിരുന്നെങ്കിൽ എന്നിങ്ങനെ പറയുന്ന കമൻസുകളാണ് നമ്മൾ കാണാറുള്ളത്. പെണ്ണുങ്ങൾക്കൊന്നും ഉണ്ടാകുന്നില്ല എന്നല്ല പറഞ്ഞത്. പെണ്ണുങ്ങൾക്ക് ഓവറായിട്ട് കെയർ കൊടുക്കാൻ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ആവശ്യത്തിന് അനാവശ്യത്തിന് സപ്പോർട്ട് കൊടുക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്. പക്ഷേ ഒരു ആവശ്യത്തിന് പോലും ഒരു ആണിന് സപ്പോർട്ട് കൊടുക്കാൻ വളരെ കുറച്ച് പേരേ ഉള്ളൂ. 7 വയസ്സായ ഞാൻ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഇതുപോലത്തെ ഗേ ആൾക്കാർ വന്ന് അപ്രോച്ച് ചെയ്യും. അപ്പോൾ ഇത്രയും പ്രായമുള്ള എന്നെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു കുട്ടിയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതൊക്കെ എല്ലാ ആണുങ്ങൾക്കും പറ്റുന്നുണ്ട്. എല്ലാ ആണുങ്ങളും ബസ്സിൽ കയറിയിരുന്ന് ഇങ്ങനെ വീഡിയോ എടുത്ത് ഇൻസ്റ്റയിൽ ഇടുന്നില്ല. ഇപ്പോൾ ഒരു പെണ്ണ് അങ്ങനെ ഒരാളടുത്തിരുന്ന് ഇങ്ങനെ എത്തി നോക്കുന്ന വീഡിയോ ഇട്ട് അത് കാണാൻ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. പക്ഷേ ഒരു ആൺകുട്ടിയെ പീഡിപ്പിച്ചെന്നുള്ളൊരു വാർത്ത ഒരു പത്രത്തിൻ്റെ മൂലയ്ക്കോ ഒരു ന്യൂസ് ചാനലിൻ്റെ ഒരു ചെറിയൊരു പോർഷനിലോ വരുമ്പോൾ അതിനെ എടുത്ത് ട്രോളാക്കുക, തമാശിക്കുക. കുട്ടികളുടെ മെൻ്റൽ ഹെൽത്തിന് ഇവിടെ ഒരു വാല്യൂ ഇല്ലാതായിപ്പോയി. കുട്ടികൾ എന്നെടുത്ത് പറയാൻ പറ്റില്ല. ആൺകുട്ടികളുടെ മെൻ്റൽ ഹെൽത്തിന് ഇവിടെ ഒരു വാല്യൂമില്ല. അവരെല്ലാവർക്കും തമാശയാണ്. ഭയങ്കര പക്ഷപാതമുള്ളൊരു സൊസൈറ്റിയാണ് നമ്മളുടെ. എല്ലാത്തിനും ഈക്വൽ റൈറ്റ്സ് വേണമെന്ന് പറയും. ഇതിനെതിരെ സംസാരിക്കാൻ ഇവിടെ ഏത് ഇപ്പോൾ 2-3 യൂട്യൂബ് ഇൻ്റർവ്യൂസിൽ മാത്രം 2-3 പെണ്ണുങ്ങൾ വന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്. വേറൊരൊറ്റ മനുഷ്യ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഇങ്ങനെ ഒരു വലിയ സംഭവം ഉണ്ടായ ഒരു വലിയ വാർത്തയാകുമ്പോൾ മാത്രമേ ഇത് ആൾക്കാർ ചിന്തിക്കുന്നുള്ളൂ. ഇതിനു മുമ്പ് അനന്ത് വജീർ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. പിന്നെ ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം എടുത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടാകുന്ന വിചാരിച്ചിട്ട് ഞാൻ അത് ഡിലീറ്റ് ചെയ്തു. അനന്ത് വജീരെ വാർത്ത നിങ്ങളൊന്ന് പോയി കേൾക്കുക. അപ്പോൾ അത്രയും വലിയൊരു സംഭവം നടന്നിടത്താണ് നമ്മൾ ജീവിക്കുന്നത്. അനന്ത് വജി മാത്രമല്ല, അതുപോലത്തെ ഒരുപാട് കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇപ്പോഴും പുറത്ത് പറയാത്ത ഒരുപാട് കുട്ടികളുണ്ടാകും. അപ്പോൾ എല്ലാവരും മെൻ്റലി സ്ട്രോങ് അല്ല. ഇതുപോലെ സഹിക്കാൻ പറ്റാത്തവർ പലരും ആത്മഹത്യ ചെയ്യും. പല റീസണിലായിരിക്കും ചെയ്യുന്നത്. പക്ഷേ എല്ലാവർക്കും ഇതൊക്കെ ആയിരിക്കും കാരണം. ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ഇതിനെക്കുറിച്ച് ആൾക്കാർ സംസാരിക്കുന്നില്ല. ഒരു ആൺകുട്ടിക്ക് പോലും കിട്ടാത്തൊരു വില എങ്ങനെ ഒരു വലിയ മുതിർന്ന പൗരന് കിട്ടും? ആണെന്നുള്ളൊരു വിഭാഗത്തിനെ തന്നെ ചില ആൾക്കാർ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാവാം, അവർക്കുണ്ടായ ജീവിതാനുഭവമാവാം. ലൈഫിലുള്ള വ്യക്തികളെല്ലാം അങ്ങനെ
മോശമായിട്ടുള്ള സ്വഭാവമുള്ളോ നിങ്ങളെ ഉപദ്രവിച്ചിട്ടുള്ള ആണുങ്ങളുണ്ടാവാം. അങ്ങനെയുള്ള പെണ്ണുങ്ങളെ സൊസൈറ്റിയിലില്ലേ. പക്ഷെ പെണ്ണുങ്ങളെ ആരും അങ്ങനെ ആ ഒരു കണ്ണിലൂടെ കാണാറില്ലല്ലോ. ഇപ്പോൾ എന്ത് വലിയ സംഭവം ചെയ്താലും ആ ഒരു ജെൻഡറിൻ്റെ മൊത്തത്തിലല്ല അവർ പറയുന്നത്, ആ ഒരു വ്യക്തിയാകും. പക്ഷെ ഒരു ആണെന്നുള്ളൊരു വ്യക്തി ഒരു കുടുംബത്തിൽ ഒരു ആണ് എല്ലാവരെയും ഇതെന്ന് പറഞ്ഞ് ആണെന്നുള്ള ജെൻഡറിനെ മൊത്തം അങ്ങനെ ആക്കുന്ന ഒരു സൊസൈറ്റിയാണ് നമുക്കുള്ളത്. അതിൻ്റെ മെയിൻ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുട്ടികളാണ്. നിങ്ങളുടെ വീട്ടിലെ ആൺകുട്ടികൾക്കും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പെൺകുട്ടികൾക്ക് മാത്രം കെയർ കൊടുക്കാതെ ആൺകുട്ടികൾക്കും കെയർ കൊടുക്കണം. അവരെയും ഈ ആൾക്കാർ പീഡിപ്പിക്കുന്നുണ്ട്. അപ്പം ഞാൻ കേട്ടതും അറിഞ്ഞതും ഒക്കെ വെച്ചിട്ട് പെൺകുട്ടികളെക്കാളും അബ്യൂസ് ചെയ്യപ്പെടുന്നത് ആൺകുട്ടികളാണ്. ഒരുപാട് കുട്ടികൾ ഇങ്ങനെ അബ്യൂസ് ചെയ്യുന്നുണ്ടാവാം. അവരാരും പറയുന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെയാണ് ആൺകുട്ടികൾ. പെൺകുട്ടികളെ പോലെ ഇപ്പോൾ എല്ലാം ഒന്ന് വീട്ടിൽ പറയുന്ന ഒരാളല്ല ആണ്. അതിപ്പോൾ സൊസൈറ്റി ബിൽഡ് ചെയ്തതെന്നല്ല, ഒരാണിൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെ ആവും. മാമനെന്തും മാമിയെന്നും അപ്പൂപ്പനെന്നും അമ്മുമ്മയൊന്നും ഒക്കെ പറഞ്ഞ് വിടുന്നവരെന്നും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ആണുങ്ങൾ മാത്രമല്ല ഈ പീഡിപ്പിക്കുന്നത്, പെണ്ണുങ്ങളും കൊച്ചുകുട്ടികളെ അബ്യൂസ് ചെയ്യുന്നുണ്ട്. സംശയമാണ്, ഈ പെണ്ണുങ്ങൾ ആൺകുട്ടികളെ പീഡിപ്പിച്ച പല വാർത്തകളും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവരുടെ ആരുടെയും ഫേസ് റിവീൽ ചെയ്തിട്ടില്ല. ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഒരു സൈഡിൽ ഒരു പേപ്പർ കട്ടായിട്ട് വരും, അല്ലെങ്കിൽ ന്യൂസിൽ ജസ്റ്റ് ഒരു വാർത്തയായിട്ട് വരും. പക്ഷേ നേരെ തിരിച്ച് ഒരാണ് അല്ലെങ്കിൽ ഒരു അധ്യാപകൻ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ വാർത്ത മൊത്തം അതായിരിക്കും. ആണുങ്ങൾക്ക് ന്യൂസ് വാല്യൂ പോലും ഇല്ല. ആണുങ്ങളുടെ ഇമോഷനോ ആണുങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന പീഡനങ്ങൾക്കോ ന്യൂസ് വാല്യൂ പോലും ഇല്ല. അതുപോലെ തന്നെയാണ് ഈ കല്യാണം കഴിഞ്ഞ് ഒരുപാട് ഭർത്താക്കന്മാർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ വലിയ സംശയമൊന്നും വരില്ല. ആരെങ്കിലും അതിന് മുന്നിട്ടിറങ്ങി അതിനെന്തെങ്കിലും ഇഷ്യൂ ഉണ്ട് എന്ന് ചോദ്യം ചെയ്യുമ്പോൾ മാത്രമാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് നോർമലാണ്. പക്ഷെ നേരെ തിരിച്ച് കല്യാണം കഴിഞ്ഞ ഒരു ഭാര്യയ്ക്ക് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഭർത്താവ് കുറ്റക്കാരനായി. കുറച്ച് പേര് അങ്ങനെ നടക്കുന്നെന്നും പറഞ്ഞ് എല്ലാ വിഷയത്തിലും അത് തന്നെയാണെന്ന് നിങ്ങൾ വിലയിരുത്തരുത്. എല്ലാ ആണുങ്ങളും ഒരുപോലെയല്ല, എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെയല്ല. അപ്പോൾ ഇങ്ങനത്തെ കാഴ്ചപ്പാട് വയ്ക്കുന്നത് മാറ്റണം. ഇങ്ങനെ ഒരു വിഭാഗത്തോട് മാത്രം സഹതാപം കാണിക്കുകയും മറ്റൊരു വിഭാഗത്തിനെ വെറുക്കുന്ന ഒരു കാഴ്ചപ്പാട് നിങ്ങൾ മാറ്റണം. അവർക്ക് നിങ്ങൾ അല്ലാതെ ജീവിതത്തിലെ ഒരു വില കൊടുക്കുന്നില്ല. അവർക്ക് എന്തെങ്കിലും പറ്റുമ്പോഴെങ്കിലും നിങ്ങൾ അതിനൊന്ന് വില കൊടുക്കണം. എൻ്റെ അടുത്ത് ഇങ്ങനെ കാലിലൊക്കെ കൈവച്ച് പല കുണ്ടന്മാരും വരും ബസ്സിലിരിക്കുമ്പോൾ എന്നും പറഞ്ഞ് ഞാൻ എടുത്ത് ഇങ്ങനെ വീഡിയോ വെച്ച് അങ്ങനെ ആണുങ്ങൾ ഇടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ സോഷ്യൽ മീഡിയ മുഴുവൻ ആണുങ്ങളുടെ വീഡിയോസേ വരും. ഇതിപ്പോൾ എല്ലാ ആണുങ്ങളും ബസ് യാത്ര ചെയ്യുമ്പോഴായാലും പുറത്തിറങ്ങുമ്പോഴായിരിക്കും എൻ്റെ പ്രായമായാലും എന്നെക്കാളും മുതിർന്നവരായാലും ഇത് അനുഭവിക്കുന്നുണ്ട്. ഇതെല്ലായിടത്തും ഇങ്ങനെ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. പെണ്ണുങ്ങൾ ഇതെല്ലാം ഇങ്ങനെ കാണിക്കുന്നു. അപ്പം കാണുന്നൊരു വിചാരം എന്തോ ഇതൊക്കെ പെണ്ണുങ്ങൾക്ക് മാത്രമേ പറ്റുന്നുള്ളൂ. ഇതിൻ്റെ ഇരട്ടിയാണ് ആണുങ്ങൾക്ക് പറ്റുന്നത്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരാണ് ബസ്സിലോ ട്രെയിനിലോ ഒരു ദിവസം ഒന്ന് പോയി നോക്കട്ടെ, അവർക്ക് എന്തായാലും ഒരു വീഡിയോ എങ്കിലും ഒരു ദിവസം പോസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ആണുങ്ങളുടെ അനുഭവം. പെണ്ണുങ്ങൾ മാത്രമല്ല ഇതൊക്കെ അനുഭവിക്കുന്നത്. ഇത് ആണുങ്ങൾ മാത്രമല്ല ചെയ്യുന്നത്, ആണുങ്ങളുടെ അടുത്ത് പെണ്ണുങ്ങളും ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊന്നും ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ഒരു വിഭാഗത്തിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഈ സ്വഭാവം നിങ്ങൾ നിർത്തണം. എനിക്ക് ഒരു പെണ്ണിനെ വെറുപ്പാണെന്നും പറഞ്ഞ് എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെയാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ 1000 പെണ്ണുങ്ങൾ മോശമാണെങ്കിൽ ഒരു നല്ല പെണ്ണ് കാണുമല്ലോ. ആണുങ്ങൾക്ക് ഒരു വിലയും ഇല്ലാത്തൊരവസ്ഥയായിരിക്കുകയാണ്. പലരും സംസാരിക്കുന്നുണ്ട്. ആണുങ്ങളെ വീക്കാക്കാനല്ല ഞാൻ പറയുന്നത്, ആ മെൻറ്റാലിറ്റി മാറ്റണമെന്ന് എനിക്ക് പേഴ്സണലി ഒപ്പീനിയൻ ഇല്ല. വളർന്ന് എൻ്റെ പ്രായമൊക്കെ ഉള്ളവരാണെങ്കിൽ എനിക്ക് റിയാക്ട് ചെയ്യാനും എനിക്കതിനുള്ള കഴിവുണ്ട്. അത് കഴിവില്ലാത്ത കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം എന്നെക്കാളും മുതിർന്നവർ വന്ന് ഒരു ഹെൽപ്പ് ചോദിക്കുമ്പോൾ അതിനെ നിങ്ങൾ റിജക്റ്റ് ചെയ്യാതിരിക്കുക. ഒരാൾ പബ്ലിക്കലി വന്നിരുന്ന് കരഞ്ഞ് പറയുന്നെങ്കിൽ അതിനെന്തെങ്കിലും റീസൺ ഉണ്ടാകും. അതിനെ ഒരു വിലയെങ്കിലും കൊടുക്കണം. ഇപ്പോൾ കാണുന്നവർ 30-40 പേരെങ്കിലും ചിന്തിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറയുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ വലിയ വലിയ യൂട്യൂബേഴ്സ് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാത്ത എന്താണ്? സംസാരിക്കുന്നവരുണ്ടാകും, പക്ഷേ എല്ലാവരും ഇത് സംസാരിക്കണം, എങ്കിലും ഇത് മറ്റുള്ളവരിലേക്ക് എത്തുകയുള്ളൂ. അവരാണെടുത്ത് വന്നിരുന്ന് ദേഹത്ത് തൊടുന്നതും എത്തി നോക്കുന്നതും പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും അതുണ്ടാകുന്നുണ്ട് എന്ന് എല്ലാ ആണുങ്ങളും പറയുമ്പോഴാണ് അത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നത്. പറയുന്നത് ഒരു വീക്ക്നെസ് ആയിട്ട് ആരും കാണണ്ട. അപ്പം ഞാൻ പറഞ്ഞ എൻ്റെ എല്ലാ ആൺ സുഹൃത്തുക്കൾക്കും ഈ അനുഭവമുണ്ട്. ഒറ്റയ്ക്കൊക്കെ ബസ്സിൽ പോകുമ്പോൾ വന്ന് കൈ പിടിക്കും, എന്നിട്ട് നോക്കി ചിരിക്കും. നമ്മളെല്ലാം ചീത്തയും വിളിക്കുക അല്ലെങ്കിൽ കഴിച്ച് മാറിയിരിക്കും. സ്വന്തം ഞാനിപ്പോൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ആണുങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ ഉള്ളിലൊരു വെറുപ്പാണ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതം നശിപ്പിച്ചതാണാണ്. എല്ലാ ആണുങ്ങളെ ഞാൻ വെറുക്കും. എൻ്റെ അച്ഛൻ ഇങ്ങനെയാണ്, എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ്, അപ്പോൾ നാട്ടിലുള്ള എല്ലാ ആണുങ്ങളും ഇങ്ങനെയാണ്. സംസാരത്തിനകത്ത് ആണെന്നുള്ളൊരു വ്യക്തി ചുരുങ്ങിപ്പോകുന്നു. അപ്പോൾ നിങ്ങളുടെ അനുഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ ആണുങ്ങളും ഒന്നല്ല, എല്ലാ പെണ്ണുങ്ങളും ഒന്നല്ല. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുക, മക്കളെയെങ്കിലും നിങ്ങൾ സൂക്ഷിക്കുക. അതേ എനിക്ക് പറയാനുള്ളൂ. പറയുന്ന ഒരു 10-30 പേര് കേട്ടാലായി.
കേട്ടിട്ട് ചെയ്യുമോ എന്നുള്ളതും സംശയമാണ്. നിങ്ങൾ ആർക്ക് എന്ത് പറ്റിയാലും നിങ്ങൾ അതിനെതിരെ സംസാരിക്കുക. ആൺകുട്ടിക്കായാലും പെൺകുട്ടിക്കായാലും മുതിർന്ന ആണിനായാലും പെണ്ണിനായാലും നിങ്ങൾ ഒരേ വാല്യൂ കൊടുക്കുക. ആർക്കും വേണ്ടി നിങ്ങൾ സംസാരിക്കണം. പക്ഷപാതം ഇതിലാവരുത്. അത്രയേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ടാറ്റ ബൈ.